പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്നലെ നാം കണ്ടത് എന്താണെന്നറിയാവോ? പിശാചിൻ്റെ വാക്ക് കേട്ട് പാപത്തിൽ വീഴുന്ന മനുഷ്യൻ്റെ അവസ്ഥയാണ്. ഇന്ന് നാം അതിൻ്റെ പരിണിത ഫലം കാണുകയാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 7-ാമത്തെ വചനം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 7-ാമത്തെ വചനം. അപ്പോൾ ഇങ്ങനെ ഓരോ വചനങ്ങൾ പഠിക്കണം, ആ വചനം മനസ്സിൽ കൊണ്ട് നടക്കണം. ഇന്ന് പഠിക്കുന്നത് ഇതാണ്: ഉടനെ ഇരുവരുടെയും കണ്ണുകൾ. അതായത് ഇന്നലെ കണ്ടത്, അവൾ പിശാചിൻ്റെ വാക്ക് കേട്ട് ആ പഴം പറിച്ച് തിന്നു, ഭർത്താവിനും കൊടുത്തു. അപ്പോൾ ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു. ഉടനെ 7-ാമത്തെ വചനമാണ്. 3-ാം അധ്യായം 7-ാമത്തെ വചനം. ദ ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 3 verse 7. ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു. അവർ തങ്ങൾ നഗ്നരാണെന്ന് അവർ അറിഞ്ഞു. അപ്പോൾ അതിനു മുമ്പ് ഒരു നഗ്നരല്ലായിരുന്നോ? നഗ്നത ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ കുറവുകളെ മറയ്ക്കുന്ന, അവരുടെ കുറവുകളെ നിറവുകളാക്കുന്ന ഒരു ദൈവ സാന്നിധ്യം അവർക്കുണ്ടായിരുന്നു. ഇവിടെ എന്താ സംഭവിച്ചേ? പാപത്തിൽ വീണു, പിശാചിൻ്റെ വാക്ക് കേട്ടു. അപ്പോൾ അവരുടെ കുറവുകളിലേക്കാണ് അവർ നോക്കുന്നത്. അവർ തങ്ങൾ നഗ്നരാണെന്ന് അവർ അറിഞ്ഞു. എന്നിട്ട് എന്താ ചെയ്തേ? അത്തിയിലകൾ കൂട്ടി തുന്നി അവർ അരക്കച്ചയുണ്ടാക്കി. നഗ്നത മറയ്ക്കാൻ അത്തിയിലകൾ കൂട്ടി തുന്നി. അത്തിയിലകൾ എത്ര നേരം നിൽക്കും? കുറച്ച് കഴിയുമ്പോൾ അത് വാടിപ്പോകില്ലേ? അല്ലേ? രാവിലെ തുന്നിയാൽ വൈകുന്നേരം ആകുമ്പോൾ തീർന്നു. അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പച്ചപ്പ് പോയി അത് ഉണങ്ങിപ്പോകുന്ന അവസ്ഥയാണ്. അത്തിയിലകൾ കൂട്ടി തുന്നി അവർ അരക്കച്ചയുണ്ടാക്കി. Then the eyes of both were opened, and they knew that they were naked, and they sewed the fig leaves together and made loincloths for themselves. അവർ അരക്കച്ച ഉണ്ടാക്കിയത് അത്തിയില കൊണ്ടാണ്. അത്തിയില വാടിപ്പോകുന്ന ഒന്നാണ്. എന്നാൽ പിന്നീട് നമ്മൾ കാണും, നമ്മൾ ആ വചനം കൂടെ പഠിക്കും. ദൈവം അവർക്ക് നശിച്ചു പോകാത്ത മരത്തിൻ്റെ തോലുകൊണ്ട് അരക്കച്ച ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം സ്നേഹം ദൈവം വാരിക്കൂരി തരാൻ കാത്തിരിക്കുക. നമ്മൾ എത്ര പാപത്തിൽ വീണാലും ദൈവം നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് നാം നമ്മുടെ കുറവുകളിലേക്കും നമ്മുടെ പാപത്തിലേക്കും നോക്കിയിരിക്കാതെ ദൈവത്തിങ്കിലേക്ക് നോക്കാൻ. അതുവരെ ദൈവം കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് നഗ്നതയൊന്നും ഫീൽ ചെയ്തില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുറവുകൾ ദൈവം നിറവുകളാക്കി മാറ്റും. ദൈവത്തോട് ചേർന്നിരിക്കാൻ ആഗ്രഹിച്ചാൽ മാത്രം മതി. ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾക്കുണ്ടാവട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.